തിരുവനന്തപുരം പട്ടത്ത് ഗവർണർക്കു നേരെ SFIയുടെ കരിങ്കൊടി പ്രതിഷേധം. റോഡിൽ ഇറങ്ങി കരിങ്കൊടി കാണിച്ചു. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. വിവരങ്ങളുമായി AV ജയശങ്കർ ചേരുന്നുണ്ട്. ജയശങ്കർ, ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണോ അതോ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് അല്പം ശാന്തമായിട്ടുണ്ടോ? അപ്രതീക്ഷിതമായിരുന്നു SFI പ്രവർത്തകരുടെ പ്രതിഷേധം. ഗവർണർ രാജ്ഭവനിൽ നിന്ന് ദന്തൽ കോളേജിലേക്ക് വരുന്ന വഴി ഒരു തരത്തിലുള്ള പ്രതിഷേധവും SFI പ്രവർത്തകർ നടത്തിയിരുന്നില്ല. തികച്ചും സുരക്ഷിതമായിരുന്നു. പക്ഷേ ഗവർണർ ദന്തൽ കോളേജിൽ ചികിത്സ നടത്തി തിരിച്ചു വരുന്ന വഴിക്കാണ് പട്ടം ജംഗ്ഷനിൽ വെച്ച് SFI പ്രവർത്തകർ അപ്രതീക്ഷിതമായി കാറിന് മുമ്പിൽ ചാടി വീണ പ്രതിഷേധം നടത്താൻ ശ്രമിച്ചത്. പ്രവർത്തകർ ഗവർണറുടെ കാറിന് നേരെ കരിങ്കൊടി വീശി. പക്ഷേ വാഹനം നിർത്തിയില്ല. പൈലറ്റ് വെഹിക്കിൾ അതിവേഗത്തിൽ ഓടിച്ച് പോയി. പക്ഷേ ഗവർണർ സഞ്ചരിക്കുന്ന പാതയിൽ റോഡിൽ കൃത്യമായി ഇറങ്ങിക്കൊണ്ട് 10-ലധികം വരുന്ന SFI പ്രവർത്തകർ ഗവർണർക്ക് നേരെ കരിങ്കൊടി കാണിച്ച അവരുടെ പ്രതിഷേധം തുടർന്നു. ഗവർണർക്കെതിരെയുള്ള സമരം ശക്തമാക്കുമെന്ന SFI സംസ്ഥാന സെക്രട്ടറിയുടെ തീരുമാനത്തിൻ്റെ ഭാഗമായാണ് തിരുവനന്തപുരത്തെ പ്രവർത്തകർ ഇത്തരത്തിൽ കരിങ്കൊടി പ്രതിഷേധം കാണിച്ചത്. അപ്രതീക്ഷിതമായിരുന്നു. പോലീസിന് പോലും അവസാന മിനിറ്റിലാണ് ഈ വിവരം ലഭിച്ചത്. പ്രവർത്തകർ റോഡിലേക്ക് ചാടി വീഴുന്നതിന് പിന്നാലെ പോലീസ് പ്രവർത്തകരെ പിടിച്ചു നീക്കി. ഗവർണറുടെ വാഹനത്തിൻ്റെ അടുത്തുവരെ പ്രവർത്തകരെത്തി. എന്തായാലും വലിയ പ്രതിഷേധം തുടർന്നും ഗവർണർക്കെതിരെ സംഘടിപ്പിക്കാനാണ് SFIയുടെ തീരുമാനം. നിലവിൽ കരിങ്കൊടി പ്രതിഷേധം കാണിച്ച SFIയുടെ ജില്ലാ സെക്രട്ടറി ആദർശ് ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് പോലീസ് നീക്കിയിട്ടുണ്ട്. കണ്ടോൺമെൻറ്റ് SHOയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയത്. നിലവിൽ ഇവിടെ സ്ഥിതി ശാന്തമാണ്. പട്ടത്തു നിന്ന് ഗവർണർ നീക്കിയതിനു ശേഷം പോലീസ് മറ്റു വഴികളിലും പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത വലിയ സുരക്ഷയാണ് ഒരുക്കിയത്. ഗവർണർക്ക് ഇന്നും നാളെയും മറ്റു പൊതുപരിപാടികളൊന്നുമില്ല. പക്ഷേ ഇത്തരത്തിൽ ചികിത്സയുമായി ബന്ധപ്പെട്ടും മറ്റു സ്വകാര്യ സന്ദർശനങ്ങൾക്കും ഗവർണർ ഇറങ്ങിയാൽ അത് പോലീസിനെ സംബന്ധിച്ച് വലിയ തലവേദനയാകും. കാരണം പലയിടങ്ങളിലും ഇനിയും തുടർന്നും പ്രതിഷേധിക്കാനാണ് SFIയുടെ തീരുമാനം. ആദ്യഘട്ടത്തിൽ ക്യാമ്പസുകളിൽ മാത്രം പ്രതിഷേധിക്കുമെന്ന് SFI പ്രഖ്യാപിച്ചെങ്കിലും വഴിയോരങ്ങളിലും ഗവർണറെ ചാൻസലറെ നേരിടാനാണ് SFI തീരുമാനം. അതിൻ്റെ കൂടി ഭാഗമായാണ് ഇന്ന് പട്ടത്ത് ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ തന്നെ SFI പ്രവർത്തകർ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിച്ചത്. ഗവർണറുടെ കാറിനടുത്തുവരെ പ്രവർത്തകർക്ക് എത്തിക്കാൻ പറ്റി. ഗവർണറുടെ വാഹന വ്യൂഹം സഞ്ചരിക്കുന്ന പാതയെ തെല്ല് നേരമെങ്കിലും തടസ്സപ്പെടുത്താൻ SFI പ്രവർത്തകർക്ക് സാധിച്ചു. എന്തായാലും ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധം തുടരാനാണ് SFI തീരുമാനം. പോലീസും ഗവർണർക്കുള്ള സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. സ്മിത. ശരി, തിരുവനന്തപുരം പട്ടത്താണ് ഗവർണർക്കു നേരെ ഇന്ന് SFIയുടെ കരിങ്കൊടി പ്രതിഷേധമുണ്ടായത്. ദന്തപരിശോധനയ്ക്ക് എത്തിയ ഗവർണർ പട്ടത്ത് ക്ലിനിക്കിൽ നിന്ന് ഇറങ്ങുമ്പോഴായിരുന്നു റോഡിലിറങ്ങി കരിങ്കൊടി കാണിച്ചത്. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. AV ജയശങ്കർ വിവരങ്ങളുമായി ചേരുകയായിരുന്നു.